പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ചില പ്രത്യേകതകളാണ്. സർക്കിൾ എന്താണെന്ന് നമുക്ക് അറിയാം. ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പോയിന്റ്സിന്റെയും കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുന്നത്. ആ നിശ്ചിത ബിന്ദുവിനെ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നു. ആ പ്രത്യേക അകലത്തെ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയും. ഇപ്പോ നോക്കാം. ഇത് ഒരു സർക്കിളാണ്. ഇതിനെ സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ O എന്ന് പറയും. സർക്കിളിലെ ഒരു പോയിന്റ് ആണ് എ എന്ന ബിന്ദുവിൽ നിന്നും അതിന്റെ സെന്ററിലേക്കുള്ള അകലം, അതിനെ നമ്മൾ അതിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം അതും റേഡിയസ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ പോയിന്റ് ബി ആണെങ്കിൽ എ ബിയെ വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയും. വ്യാസത്തിന്റെ പകുതിയായിരിക്കും ആരം, അല്ലെങ്കിൽ ആരത്തിന്റെ ഇരട്ടിയായിരിക്കും വ്യാസം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ പി എന്ന ഒരു പോയിന്റ്, ഇത് വൃത്തത്തിലെ ഒരു പോയിന്റാണ്. ആ പോയിന്റിൽ നിന്നും അതിന്റെ വ്യാസത്തിലേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുന്നു അല്ലെങ്കിൽ വര വരയ്ക്കുന്നു എന്ന് കരുതും. പി എന്ന ബിന്ദുവിൽ നിന്ന് വ്യാസത്തിന്റെ അറ്റങ്ങളിലേക്ക് നമ്മൾ ലൈന് വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചാൽ അപ്പൊ നമുക്ക് അവിടെ ഒരു കോണ് ഉണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും പി എന്ന ബിന്ദുവിലേക്ക് നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ അവിടെ ഒരു കോണ് ഉണ്ടാകും. ആ കോൺ മട്ടകോൺ ആണ് എന്നതാണ് നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. എ ബി വ്യാസമാണ്. ആ വ്യാസം വരയ്ക്കുന്നതോടുകൂടി സർക്കിൾ രണ്ട് തുല്യ ഭാഗങ്ങളായി വായിക്കുന്നു. ഓരോന്നിനെയും നമ്മൾ ഒരു സെമി സർക്കിൾ എന്ന് പറയും. ആ സെമി സർക്കിളിലെ ഒരു പോയിന്റ് ആണ് പി. ആ പി എന്ന പോയിന്റിൽ നിന്നും അതിന്റെ വ്യാസത്തിലേക്ക് അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് നമ്മൾ ലൈൻസ് വരച്ചാൽ അപ്പോഴുണ്ടാകുന്ന കോണ് മട്ടകോൺ ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോൺ ആയിരിക്കും. ഈ അർദ്ധവൃത്തത്തിലെ ഏത് പോയിന്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് എടുത്തു ക്യൂ. ആ ക്യൂവിൽ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത് കരുതുന്നത്. ക്യൂവിൽ നിന്ന് അതിന്റെ വ്യാസത്തിലേക്ക് അഗ്രബിന്ദുക്കളിലേക്ക് ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന കോണും 90 ഡിഗ്രി ആയിരിക്കും. ഇനി താഴെയുള്ളതും ഒരു സെമി സർക്കിളാണ് അല്ലെങ്കിൽ അർദ്ധവൃത്തമാണ്. അവിടെയുള്ള ഒരു പോയിന്റ് എടുത്തുവെന്ന് കരുതും. ഇത് ആർ എന്ന പോയിന്റ് ആണ് കരുതും. ഇതിലേക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന കോണും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ കോൺ പി ഈക്വൽ ടു കോൺ ക്യൂ ഈക്വൽ ടു കോൺ ആർ ഈക്വൽ ടു 90 ഡിഗ്രി. പ്രത്യേകത, ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ആൾവേസ് റൈറ്റ് ആംഗിൾ ഓർ 90 ഡിഗ്രി. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒന്നാമത്തെ പ്രത്യേകത. ഇനി മറ്റൊരു പ്രത്യേകത നോക്കാം.
നമുക്കറിയാം എ ബി ഒരു വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. നമ്മൾ പി എന്ന പോയിന്റ് സർക്കിളിലാണ് പരിഗണിക്കുന്നതെങ്കിൽ അവ ഉണ്ടാക്കുന്ന കോണ് 90 ഡിഗ്രി ആണ്. ഇനി നമ്മൾ പരിഗണിക്കുന്ന കോണ് ഇൻസൈഡ് ദ സർക്കിൾ ആണെന്നെങ്കിൽ, സർക്കിളിന്റെ അകത്താണ് നമ്മൾ പരിഗണിക്കുന്ന പി എന്ന് കരുതും. അപ്പൊ അവ ഉണ്ടാക്കുന്ന കോൺ, അതിൽ നിന്ന് നമ്മൾ നേരത്തെ പോലെ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് ലൈന് വരച്ചു. അപ്പോൾ ഒരു കോണ് ഉണ്ടാകും. വൃത്തത്തിനകത്തുള്ള ഒരു പോയിന്റിൽ നിന്നും വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് വരയ്ക്കുമ്പോൾ, ലൈൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോണ് നമുക്കറിയാം. ഇതിന്റെ വിരിവ് നോക്കുകയാണെങ്കിൽ ഇത് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആണ്. അപ്പൊ അത് നമ്മുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഒരു വൃത്തത്തിന്റെ അന്തർഭാഗത്തുള്ള അല്ലെങ്കിൽ ഉള്ളിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും അതിന്റെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങളിലേക്ക് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പോ ഇവിടെ ആംഗിൾ പി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലെങ്കിൽ 90-നേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇനി നമ്മൾ പരിഗണിക്കുന്ന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് സർക്കിളിന്റെ പുറത്താണ് എന്ന് കരുതുക. ഔട്ട്സൈഡ് ഓഫ് സർക്കിൾ ആണ് കരുതുക. അപ്പൊ നമ്മൾ പരിഗണിക്കുന്നത് ഇവിടെ ഒരു പോയിന്റ് ആണ് കരുതുക. ഇതാണ് പി എങ്കിൽ, ആ പിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ സർക്കിളിന്റെ ഡയമീറ്ററിലേക്ക് നമ്മൾ ലൈൻ വരച്ചാൽ അപ്പോഴുണ്ടാകുന്ന കോൺ, അപ്പൊ പി എന്ന് പറയുന്നത് പുറത്തുള്ള കോണായിരിക്കും. ഔട്ട്സൈഡ് ദ സർക്കിൾ, സർക്കിളിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്നും അതിന്റെ ഡയമീറ്ററിലേക്ക് അല്ലെങ്കിൽ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ, അതിന്റെ വിരിവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത് 90-നേക്കാൾ കുറവ് ആയിരിക്കും. അപ്പൊ ഈ സന്ദർഭത്തിൽ ആംഗിൾ പി എന്തായിരിക്കും? ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ 3 പ്രത്യേകത വേണം. അപ്പോ ഇവിടെയാണ് പി എങ്കിൽ, അർദ്ധവൃത്തത്തിലാണ് പി എങ്കിൽ അല്ലെങ്കിൽ സെമി സർക്കിളിലാണ് പി എങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന കോൺ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ നമ്മൾ പരിഗണിക്കുന്ന പോയിന്റ് വൃത്തത്തിലാണെങ്കിൽ കോണിന്റെ അളവ് 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിന്റെ ഉൾഭാഗത്താണ് പി എങ്കിൽ അപ്പോൾ കോണ് 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ആയിരിക്കും. പരിഗണിക്കുന്ന പോയിന്റ് വൃത്തത്തിന് പുറത്താണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രിയേക്കാൾ കുറവ് ആയിരിക്കും. ഇത് മറിച്ച് പറയാം. കോണിന്റെ അളവ് 90 ഡിഗ്രി ആണെങ്കിൽ പരിഗണിക്കുന്ന പോയിന്റ് വൃത്തത്തിൽ ആയിരിക്കും. കോണിന്റെ അളവ്, കോണെന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിന്റെ ഡയമീറ്ററിലേക്കുള്ള അല്ലെങ്കിൽ വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺ, അതാണ് കോൺ എന്ന് പറയുന്നത്. അപ്പൊ ആ കോണിന്റെ അളവ് 90 ഡിഗ്രി ആണെങ്കിൽ അത് സർക്കിളിൽ അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും ആ പോയിന്റ്. കോണിന്റെ അളവ് 90-നേക്കാൾ കൂടുതലാണെങ്കിൽ, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ആ പോയിന്റ് വൃത്തത്തിന് അകത്ത് ആയിരിക്കും. കോണിന്റെ അളവ് 90-നേക്കാൾ കുറവാണെങ്കിൽ പോയിന്റ് വൃത്തത്തിന് പുറത്ത് ആയിരിക്കും. ഈ പ്രത്യേകതയാണ് ആദ്യമായിട്ട് അതിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു സർക്കിളിലെ ഏതൊരു പോയിന്റിലേക്കും, ഒരു സെമി സർക്കിളിലെ ഏതൊരു പോയിന്റും ഉണ്ടാക്കുന്ന കോണ് എല്ലായ്പ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ മറ്റൊരു പ്രത്യേകത പരിഗണിക്കുന്നു. ഇതൊരു സർക്കിളാണ്, ഇതതിന്റെ സെന്ററാണ്. അതിന് നമ്മൾ കേന്ദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ നമ്മളതിന്റെ വ്യാസം എന്ന് പറയും. എ ബി ഒ, ഇതതിന്റെ വ്യാസം ആണ്. ഈ എ ബി എന്ന് പറയുന്നത് അതിന്റെ ഒരു ഞാണാണെന്ന് നമ്മൾ പറയും. ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയും. കോഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്തേ ഉള്ളൂ? ഒരു സർക്കിളിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന രേഖയെ, വരയെ നമ്മളൊരു ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പി എന്നൊരു പോയിന്റ് ഉണ്ട്, ക്യൂ എന്നൊരു പോയിന്റ് ഉണ്ട്.
പിയും ക്യൂവും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് പി ക്യൂ എന്ന ലൈന് കിട്ടും. പി എന്നൊരു പോയിന്റ്, ക്യൂ എന്നൊരു പോയിന്റ്. പിയും ക്യൂവും ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രേഖയെ നമ്മൾ ഞാൻ അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നു. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ആർ, ഇത് എസ് ആണ്. ഈ ആറും എസും തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ആർ എസ് നമുക്ക് വേറെ ഒരു ഞാന് കിട്ടുന്നു അല്ലെങ്കിൽ കോഡ് കിട്ടുന്നു. അപ്പൊ ഒരു വൃത്തത്തിൽ നമുക്ക് അനേകം കോഡ്സ് വരക്കാൻ പറ്റും. അനേകം കോഡ്സ് വരക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എയും ബിയും വൃത്തത്തിലെ രണ്ട് പോയിന്റുകളാണ്. ആ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈനാണ് എ ബി. എ ബിയും ഒരു കോഡ് ആണ് അല്ലെങ്കിൽ ആണ്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം എ ബി അതിന്റെ വ്യാസമാണ്. അപ്പൊ ഒരു സർക്കിളിലെ ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ എന്ന് പറയുന്നത് അതിന്റെ വ്യാസം ആയിരിക്കും. അതല്ലെങ്കിൽ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാനായിരിക്കും ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ. അത് അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം ആയിരിക്കും. അപ്പോ കോഡ് എന്താന്ന് പറഞ്ഞു, ഒരു സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന രേഖയാണ് നമ്മൾ ഒരു കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിലൂടെ നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. ഒരു കുപ്പി വള ഉണ്ടെന്ന് കേൾക്കാം. ഇങ്ങനെ സർക്കിൾ ആകൃതിയുള്ള ഒരു വളയുണ്ട്. അതൊന്ന് വീണു, പൊട്ടി, രണ്ട് കഷ്ണമായി. ഒന്ന് ഇങ്ങനെയായി, ഇങ്ങനെ ചെറിയ പൊട്ട്, പിന്നെ ഒരു വലിയ പൊട്ട്. രണ്ട് പൊട്ടായി മാറി. അതിലൊരു ചെറിയ പൊട്ടുണ്ട്, ഒരു വലിയ പൊട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ പൊട്ടിനെ, ഈ ആകൃതിയെ നമ്മൾ പറയുന്നത് ആർക്ക് അല്ലെങ്കിൽ ചാപം എന്നാണ്. ചാപം അല്ലെങ്കിൽ ആർക്ക്. അതിലൊന്ന് ചെറിയ ആർക്കാണ്, ഒന്ന് വലിയ ആർക്കാണ്. അപ്പൊ ഒരു സർക്കിളിനെ രണ്ട് ഭാഗമാക്കി. ഇത് സെന്ററിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും, രണ്ടും അർദ്ധവൃത്തമായിരിക്കും അല്ലെങ്കിൽ സെമി സർക്കിൾ ആയിരിക്കും. എന്നാൽ സെന്ററിൽ അല്ലാത്ത രണ്ട് ബിന്ദുക്കൾ തമ്മിൽ കട്ട് ചെയ്യുന്നത് കരുതും. അപ്പോ പി ക്യൂ എന്ന് പറയുന്നത് ഒരു ചാപമാണ് അല്ലെങ്കിൽ ആർക്കാണ്. മേലെയുള്ളത് ഒരു ചാപമാണ്. അതിൽ ചെറിയ ചാപത്തെ നമ്മൾ മൈനർ ആർക്ക് അല്ലെങ്കിൽ ലഘുചാപം എന്ന് പറയുന്നു. വലിയ ആർക്കിനെ നമ്മൾ മേജർ ആർക്ക് അല്ലെങ്കിൽ ദീർഘചാപം എന്ന് പറയുന്നു. ഈ ആർക്കുകളെ തിരിച്ചറിയാൻ വേണ്ടി ആ ആർക്കുകൾക്കിടയിലുള്ള ഒരു പോയിന്റ് നമ്മൾ പരിഗണിക്കുന്നു. പേ ക്യൂ ആർ. അപ്പോ പി ആർ എസ്, ആർക്ക് പി ആർ എസ്, പി ആർ എസ്. അപ്പൊ അത് ചെറിയ ചാപമാണെന്ന് നമുക്ക് മനസ്സിലാവും, ചെറിയ ആർക്കാണെന്ന് മനസ്സിലാവും. വലിയ ആർക്കിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, മേജർ ആർക്കിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനിടയിലുള്ള ഒരു പോയിന്റ് കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. പി ഇവിടെ എസ്. അപ്പോ ആർക്ക് പി എസ്, പി എസ് ക്യൂ ആണ്. ഇവിടെ പി ആർ ക്യൂ. പി ആർ ക്യൂവിനെ നമ്മൾ പറയുന്നു ഒരു ലഘു ചാപം അല്ലെങ്കിൽ സ്മോൾ ആർക്ക് അല്ലെങ്കിൽ മൈനർ ആർക്ക് എന്ന് പറയും. ഈ വലിയ ചാപത്തെ നമ്മൾ ദീർഘചാപം അല്ലെങ്കിൽ മേജർ ആർക്ക് എന്ന് പറയുന്നു. അപ്പൊ ചാപങ്ങളെ അല്ലെങ്കിൽ ആർക്കുകളെ അത് ലഘുവാണോ ദീർഘമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിനിടയിലുള്ള ഒരു പോയിന്റ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നു. അപ്പോ പി ആർ ക്യൂ എന്ന് പറയുന്നത് മൈനർ ആർക്ക് അല്ലെങ്കിൽ ലഘുചാപം. പി എസ് ക്യൂ എന്ന് പറയുന്നത് ദീർഘചാപം അല്ലെങ്കിൽ മേജർ ആർക്ക് എന്ന് പറയുന്നു. ഇനി നമ്മൾ അതിനിടയിലുള്ള ആംഗിളുകളാണ് പരിഗണിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം ഇത് വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓ. വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് എ, ഒരു പോയിന്റ് ആണ് ബി. അപ്പോ എ ബി എന്ന ആർക്ക് എയും ബിയും ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കോഡ് കിട്ടും, എ ബി. അതേപോലെ ഇനി ഇത് ഇങ്ങോട്ടുള്ളത് മേജർ ആർക്ക്, ഇത് മൈനർ ആർക്ക്. അല്ലെങ്കിൽ ഇത് ദീർഘചാപം, ഇത് ലഘു ചാപം. അല്ലെങ്കിൽ ഇത്
സ്മോളർ പാർട്ട് അല്ലെങ്കിൽ ഇത് ലാർജർ പാർട്ട്. ഇനി ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുക്കുന്നു പി. ഈ മേജർ ആർക്കിലെ ഒരു പോയിന്റ് ആണ് പി. ആ പിയിൽ നിന്നും നമ്മൾ ഇതിന്റെ അറ്റങ്ങളിലേക്ക് ഞാനിന്റെ രണ്ട് അറ്റങ്ങളിലേക്ക് വരയ്ക്കുന്നു. അപ്പോ ഉണ്ടാകുന്ന ഒരു കോൺ. ഇത് അർദ്ധവൃത്തമായിരുന്നെങ്കിൽ ഈ കോൺ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇത് മേജർ ആർക്കാണെങ്കിൽ അപ്പോ ഉണ്ടാകുന്ന കോൺ വേറെ ഒരു പോയിന്റ് ആണ് ക്യൂ. അതിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഈ വേറൊരു കോൺ ഉണ്ടാകും. നമ്മുടെ പ്രത്യേകത കോൺ പിയും കോൺ ക്യൂവും തുല്യം ആയി. മേജർ ഒരേ ഭാഗത്തുണ്ടാവുന്ന ഒരു ആർക്കിലെ ഒരേ ഭാഗത്തുണ്ടാവുന്ന കോണുകളെല്ലാം തുല്യ അളവുള്ളവ ആയിരിക്കും. പി എത്രയാണോ അത്ര തന്നെയായിരിക്കും ക്യൂ. ഇനി അവിടെയുള്ള വേറൊരു പോയിന്റ് ആണെങ്കിൽ ഇത് ആറാണെങ്കിൽ ഈ ആറിൽ നിന്ന് നമ്മൾ നമുക്ക് ഇതിലേക്ക് വരച്ചു. അപ്പോൾ ഉണ്ടാകുന്ന കോണും എന്തുതന്നെയാണ് പി ക്യൂ ആറും ഒക്കെ തുല്യമാണ്. അപ്പൊ നമുക്ക് പറയാം കോൺ പി ഈക്വൽ ടു കോൺ ക്യൂ ഈക്വൽ ടു കോൺ ആർ. ഒരു ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും അതിന്റെ എതിർ ചാപത്തിലേക്കുള്ള അതല്ലെങ്കിൽ അതിന്റെ ദീർഘചാപത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളെല്ലാം തുല്യ അളവുള്ളവ ആയിരിക്കും. ഇത് ദീർഘചാപമാണ് അല്ലെങ്കിൽ മേജർ ആർക്കാണ്. ആ മേജർ ആർക്കിലെ വ്യത്യസ്ത ബിന്ദുക്കളാണ് പി ക്യൂ ആർ. അവ നമ്മളെ ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിലേക്ക് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളൊക്കെ തുല്യ അളവുള്ളവ ആയിരിക്കും. അതേപോലെ ഇനി ഇത് നമ്മൾ മൈനർ ആർക്ക് പരിഗണിക്കുന്നു. ആ മൈനർ ആർക്കിലെ രണ്ട് പോയിന്റുകളാണ്. ഇതൊരു പോയിന്റ് സി ആണ്. ആ സിയിലേക്ക് നമ്മൾ ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോൺ അത് എത്രയാണോ അത്ര തന്നെയായിരിക്കും. അതിൽ വേറൊരു പോയിന്റ് നമ്മൾ മാറ്റും ഡി. ആ ഡിയിലേക്ക് നമ്മൾ വരച്ചു. അപ്പൊ കോൺ സി സമം കോൺ ഡി. കാരണം സിയും ഡിയും ഒരു ചാപത്തിന്റെ ഒരേ ഭാഗത്തുള്ള പോയിന്റുകളാണ്. ഈ മൈനർ ആർക്കിലെ രണ്ട് വ്യത്യസ്ത പോയിന്റുകളാണ് സിയും ഡിയും. അപ്പൊ മൈനർ ആർക്കിൽ ഉണ്ടാകുന്ന കോണുകളൊക്കെ തുല്യമാണ്. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ഡി. ഇത് എന്ന് പറയുന്നത് പി ക്യൂ ആർ അതിന്റെ മേജർ ആർക്കിലെ വ്യത്യസ്ത പോയിന്റുകളാണ്. അപ്പൊ അവ ഉണ്ടാക്കുന്ന അളവുകളൊക്കെ തുല്യമായിരിക്കും. പിയും ക്യൂവും ആറും ഈക്വലാണ്. കാരണം അവയെല്ലാം മേജർ ആർക്കിലെ വ്യത്യസ്ത ബിന്ദുക്കളാണ്. അതേസമയം സിയും ഡിയും ഈക്വലാണ്. കോൺ സി കോൺ ഡി ഈക്വലാണ്. കാരണം സിയും ഡിയും മൈനർ ആർക്കിലെ രണ്ട് വ്യത്യസ്ത ബിന്ദുക്കളാണ്. അപ്പൊ അത് നമ്മുടെ പ്രത്യേകതയാണ്. മേജർ ആർക്കിൽ ഉണ്ടാകുന്ന എല്ലാ കോണുകളും തുല്യ അളവുള്ളവയായിരിക്കും. മൈനർ ആർക്കിൽ ഉണ്ടാകുന്ന കോണുകളൊക്കെ തുല്യ അളവുള്ളവ. അപ്പൊ ഈ പ്രത്യേകതകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക. അത് വെച്ച് നമുക്ക് അടുത്ത എക്സസൈസിൽ പ്രോബ്ലംസ്